ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും കോർപ്പറേറ്റ് റെഗുലേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് സെബി എന്താണെന്നുള്ളതാണ്. സെബി മീൻസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഫംഗ്ഷൻസ്, പവേഴ്സ് തുടങ്ങി സെബിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോയുടെ ലിങ്കുകളെല്ലാം പതിവ് പോലെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. മറ്റു വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്താണ് സെബി എന്നുള്ളത് നോക്കാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992. Securities and Exchange Board of India (SEBI) was set up in 1988 to regulate the functions of security market. സെക്യൂരിറ്റീസ് മാർക്കറ്റ് മീൻസ് ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യപ്പെടുന്ന മാർക്കറ്റാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ആ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് 1988 സെറ്റപ്പ് ചെയ്തിരുന്ന സ്ഥാപനമായിരുന്നു സെബി എന്ന് പറയുന്നത്. SEBI promotes orderly and healthy development in the stock market, but initially SEBI was not able to exercise complete control over the stock market transactions. SEBI സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കൃത്യമായിട്ടുള്ളതും ആരോഗ്യപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. പക്ഷേ തുടക്ക സമയങ്ങളിലെല്ലാം തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനീഷ്യലി സെബി വാസ് നോട്ട് ഏബിൾ ടു എക്സസൈസ് കംപ്ലീറ്റ് കൺട്രോൾ. മുഴുവൻ കൺട്രോളും സ്റ്റോക്ക് മാർക്കറ്റിന്മേൽ അതിന് ഉണ്ടായിരുന്നില്ല. It was left as a watchdog to observe the activities but was found ineffective in regulating and controlling them. അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിരീക്ഷിക്കുന്ന ഒരു വാച്ച്ഡോഗ് മാത്രമായിരുന്നു അത്. അത് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ, അത് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അതിനൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. As a result, in May 1992, SEBI was granted a legal status. അങ്ങനെ 1992 ഒരു സെബി ആക്ട്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പാസ്സാക്കപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ സെബിക്ക് ഒരു ലീഗൽ സ്റ്റാറ്റസ് നൽകപ്പെട്ടു. അതിനുശേഷം ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനുള്ള പവർ സെബിക്ക് ലഭിക്കുകയുണ്ടായി എന്നുള്ളതാണ്. Then SEBI is a body corporate having separate legal existence and perpetual succession. സ്വന്തമായിട്ട് നിലനിൽപ്പുള്ള സെപ്പറേറ്റ് ആയിട്ട് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ള പെർപ്പച്വൽ സക്സഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള നിലനിൽപ്പുള്ള തുടർച്ചയുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് സെബി എന്ന് പറയുന്നത്. then അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് നോക്കാം. To regulate the business in the stock exchanges and any other securities market. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബിസിനസ്സുകളെയും അതുപോലെ തന്നെ എല്ലാ സെക്യൂരിറ്റി മാർക്കറ്റ്സിനെയും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. To protect the interest of investors so that there is steady flow of savings in the capital market. ഇൻവെസ്റ്റേഴ്സിന്, നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്. അപ്പൊ അങ്ങനെ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പം അവർ തീർച്ചയായിട്ടും അവർ സേഫ് ആവും. അതുവഴി നല്ല രീതിയിൽ അവരുടെ സമ്പാദ്യം അവർ മാർക്കറ്റിലേക്ക് ഇറക്കാൻ തയ്യാറാവും. അതുകൊണ്ട് തന്നെ സ്റ്റഡി ഫ്ലോ ഓഫ് സേവിങ് ഇൻ ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് സ്ഥിരമാർന്ന രീതിയിൽ സേവിങ്സിന്റെ ഒഴുക്ക് ഉണ്ടാവാൻ തുടങ്ങും. To register and regulate the working of stockbrokers, sub-brokers, agents, bankers, underwriters, etc. who may be associated with the security market. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഏജൻസ്, ബാങ്കേഴ്സ്, അണ്ടർറൈറ്റേഴ്സ് അവരുടെ എല്ലാം തന്നെ രജിസ്ട്രേഷൻ, അവരുടെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ റെഗുലേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒബ്ജക്റ്റീവ്സ് ആണ്. To have a check on preferential allotment to promoters at a very low price. കുറഞ്ഞ പ്രൈസിന് ഉള്ള പ്രൊമോട്ടേഴ്സിനുള്ള പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാം. Then to prevent deviation and violations of rules prescribed by stock exchanges. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള റൂൾസ് എല്ലാം തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ട്, അതിൽ നിന്നുള്ള വ്യതിചലനം അതുപോലെ തന്നെ അതിന്റെ ലംഘനം അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയും അത് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്, തടയുക എന്നുള്ളത്. To prohibit fraudulent and unfair trade practices relating to securities market. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫ്രോഡുലന്റ് ആയിട്ടുള്ള, വഞ്ചനാപരമായിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള, തെറ്റായിട്ടുള്ള ട്രേഡ് പ്രാക്ടീസുകളെ മുഴുവൻ പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക എന്നുള്ളതാണ്. Then to verify listing requirements, listing procedures and ensure compliance of the same by the companies. ലിസ്റ്റിംഗ് റിക്വയർമെന്റുകൾ എന്തൊക്കെയാണ്? ലിസ്റ്റിംഗ് മീൻസ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കമ്പനികൾക്ക് അവരുടെ ഷെയറും മറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ്, ആ ലിസ്റ്റിംഗ് പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുക. കമ്പനികൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, അത് കംപ്ലൈൻസ്
ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. കമ്പനികൾ അത് കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. To conduct inspections, inquiries and audit of stock exchanges and all other organizations in the stock market. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും അതുപോലെ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ മറ്റെല്ലാ സ്ഥാപനങ്ങളെയും ഇൻസ്പെക്ഷൻ, പരിശോധന നടത്തുക, എൻക്വയറി നടത്തുക, ഓഡിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നടത്തുക എന്നുള്ളതാണ് സെബിയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു കണ്ടക്ട് ദി റിസർച്ച് ഫോർ ദി അബോവ് പർപ്പസസ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം തന്നെയും റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് റിസർച്ച് നടത്തുക. Thus, the basic objective of SEBI is to, മേൽപ്പറഞ്ഞതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെബിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് is to protect the interest of the investors. ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. To regulate security മാർക്കറ്റ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. And promote the development of the security market in India. ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റിന്റെ പുരോഗതിയെ, അതിന്റെ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. Then establishment of SEBI. SEBI രൂപീകരിക്കപ്പെട്ട കാര്യമാണ്. With effect from 30th January 1992, SEBI was established as a body corporate having perpetual succession and common seal with the power to acquire, hold and dispose of property and to contract and shall sue or be sued. ഇത്രയും അധികാരങ്ങളോടുകൂടി 1992 ജനുവരി 30 സെബി നിലവിൽ വരുന്നത്. 1992 ജനുവരി 30 സെബി ഒരു ബോഡി കോർപ്പറേറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഹാവിംഗ് പെർപച്വൽ സക്സഷൻ, സ്ഥിരമായ നിലനിൽപ്പ് അതിനുണ്ട്. കോമൺ സീൽ ഉണ്ട്. വിത്ത് പവർ ടു അക്വയർ, ഹോൾഡ് ആൻഡ് ഡിസ്പോസ് പ്രോപ്പർട്ടീസ്, അതിന് വേണ്ട പ്രോപ്പർട്ടികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കാൻ, ഹെൽഡ് ചെയ്യാൻ, അത് വേണ്ടെങ്കിൽ വിൽക്കാൻ ഒക്കെയുള്ള അധികാരം അതിനുണ്ട്. ആൻഡ് കോൺട്രാക്ട്, കരാറിൽ ഏർപ്പെടാനുള്ള അധികാരമുണ്ട്. ഷാൾ സ്യൂ, മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാം, കേസ് കൊടുക്കപ്പെടാം, ഈ അധികാരത്തോടൊക്കെ കൂടിയിട്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം ഒരു കമ്പനിക്കുള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദ ഹെഡ് ഓഫീസ് ഓഫ് സെബി ഈസ് അറ്റ് ബോംബെ. സെബിയുടെ ഹെഡ് ഓഫീസ് ബോംബെയിലാണ്. ആൻഡ് ദ ബോർഡ് ക്യാൻ എസ്റ്റാബ്ലിഷ് ഓഫീസസ് അറ്റ് അതർ പ്ലേസസ്. ഇത് ഇതിന്റെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതിന്റെ ഓഫീസുകൾ സ്ഥാപിച്ചിട്ടും കൂടെ ഉണ്ട്. then അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. സെബി ഈസ് മാനേജ്ഡ് ബൈ എ ബോർഡ് കൺസിസ്റ്റിംഗ് ഓഫ്, ഒരു ബോർഡ് ആണ് അത് മാനേജ് ചെയ്യുന്നത്. അതിനകത്ത് ആരൊക്കെ വരും? എ ചെയർമാൻ ഉണ്ടായിരിക്കും. 2 members from among the officials of the Ministry of the Central Government dealing with finance and law. ഫിനാൻസും അതുപോലെ തന്നെ നിയമവും കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ മന്ത്രാലയത്തിൽ നിന്നും മിനിസ്ട്രിയിൽ നിന്നും 2 officials ഉണ്ടായിരിക്കും. 1 member from among the officials of the Reserve Bank of India. റിസർവ് ബാങ്ക് ഓഫീഷ്യൽസിൽ നിന്നും ഒരു മെമ്പർ ഉണ്ടായിരിക്കും. 2 other members to be nominated by the central government. സെൻട്രൽ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 വ്യക്തികൾ ഉണ്ടായിരിക്കും. ഇത്രയും ആളുകളുടെ ഒരു ബോർഡാണ് സെബിയെ മാനേജ് ചെയ്യുന്നത്. ദ ജനറൽ സൂപ്രിൻറ്റൻഡൻസ്, ഡയറക്ഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി സെബി വെസ്റ്റഡ് ഇൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയുടെ പൊതുവായിട്ടുള്ള മേൽനോട്ടവും അതിന്റെ ഡയറക്ഷനും മാനേജ്മെന്റും എല്ലാം തന്നെ അതിന്റെ അധികാരം നിലനിൽക്കുന്നത്, വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ്. The board may appoint such officials as it considers necessary for the efficient discharge of its function. അതിന്റെ പ്രവർത്തനങ്ങൾ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ, അത് കാര്യക്ഷമമായിട്ട് നടപ്പിൽ വരുത്തണമെങ്കിൽ ആവശ്യം വേണ്ട officials ആരൊക്കെയാണോ അവരെല്ലാം ബോർഡിന് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. The chairman and other members of the board shall be persons of ability, integrity and standing who have shown capacity in dealing with the problems relating to securities market. ഈ പറയുന്ന ചെയർമാൻ ആണെങ്കിലും ബോർഡിലെ മറ്റ് മെമ്പേഴ്സിനാണെങ്കിലും shall be persons of ability, integrity and standing who have shown capacity in dealing with the problems relating to securities market. സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി, എബിലിറ്റി ഒക്കെ തന്നെ ഉള്ള ആളുകളായിരിക്കണം. They should have special knowledge of finance, laws, economics, accountancy and administration. ഫിനാൻസ്, ലോയ്, ഇക്കണോമിക്സ്, അക്കൗണ്ടൻസി, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സ്പെഷ്യൽ നോളജ് ഉള്ള വ്യക്തികളായിരിക്കണം ഈ ബോർഡിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. For the purpose of administration, SEBI has constituted the following departments. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് സെബിയിൽ താഴെ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പ്രൈമറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്, പ്രൈമറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന്. ഇഷ്യൂ മാനേജ്മെന്റ് ആൻഡ് ഇന്റർമീഡിയറീസ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ സെക്കൻഡറി മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ 4 ഡിപ്പാർട്ട്മെന്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. സബായിട്ട് വേറെയും കുറെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള 4 ഡിപ്പാർട്ട്മെന്റുകൾ ഇവയാണ്. ദെൻ
ഫങ്ഷൻസ് ഓഫ് സെബി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഒബ്ജക്റ്റീവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരിക. എന്താണോ ഒബ്ജക്റ്റീവ്സ് അത് നേടുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. It shall be the duty of the board to protect the interest of the investors in securities and to promote, develop and to regulate the securities market by taking appropriate measures. അപ്പോൾ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് എന്ത്? ഇൻവെസ്റ്റേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക, അതിനെ റെഗുലേറ്റ് ചെയ്യുക ബൈ ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ്, അനുയോജ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. ദെൻ റെഗുലേറ്റിംഗ് ദ ബിസിനസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെയും അതുപോലെ തന്നെ ഏതൊരു സെക്യൂരിറ്റീസ് മാർക്കറ്റിലെയും പ്രവർത്തനങ്ങളെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജന്റ്, മർച്ചന്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് and such other intermediaries who may be associated with the securities markets in any manner. ഇവിടെ പറഞ്ഞിരിക്കുന്നവരെല്ലാം സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവരെയും പിന്നെ ഇനി ആരൊക്കെയാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്റർമീഡിയറീസ്, അവരെ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുക. അവർക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവരെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക തുടങ്ങിയ അതിന്റെ ഒരു ഫംഗ്ഷനാണ്. രജിസ്റ്ററിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് ദ വർക്കിംഗ് ഓഫ് ദ ഡെപ്പോസിറ്ററീസ്. നമ്മൾ ഡിമെറ്റീരിയലൈസേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വേണ്ട കാര്യങ്ങളാണ് ഡെപ്പോസിറ്ററീസ് ഒക്കെ. അപ്പോൾ ഈ പറയുന്ന ഡെപ്പോസിറ്ററീസിന്റെ വർക്കിങ്ങിനെയൊക്കെ ഇതിനെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യാം. കൂടെ വേറെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. പാർട്ടിസിപ്പൻസ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, കസ്റ്റോഡിയൻസ് ഓഫ് സെക്യൂരിറ്റീസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി, അതിന്റെ ഒരു സാമ്പത്തിക ശേഷി കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. നല്ല ഹൈ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള കമ്പനി എന്ന് പറയുമ്പോൾ അത് നല്ലൊരു കമ്പനിയാണെന്നുള്ള നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസീസ് ആൻഡ് സച്ച് അതർ ഇന്റർമീഡിയറീസ് ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റിലെ മറ്റ് ഇന്റർമീഡിയറീസ്, ഇവരെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. Then registering and regulating the working of venture capital funds and collective investment schemes including mutual funds. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അടക്കമുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ. മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകത അതാണ്, പലരിൽ ഫണ്ട് കളക്ട് ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ചില ഏരിയകളിലായിട്ട് ഫണ്ടൊന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കളക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന രീതിയിൽ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ. വെഞ്ചർ ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പിന്നെ റിസ്കി ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക്, ഇതുവരെ ഇല്ലാത്ത തരം പ്രോജക്റ്റുകളൊക്കെ ആയിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ വെഞ്ചർ ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള വെഞ്ചർ ക്യാപിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. ദെൻ പ്രൊമോട്ടിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ, സ്വയം നിയന്ത്രിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, സെൽഫ് റെഗുലേറ്ററി സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവയെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. Prohibiting fraudulent and unfair trade practices relating to securities market. സെക്യൂരിറ്റി മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വഞ്ചനാപരമായിട്ടൊന്നും അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസുകളെല്ലാം തന്നെ നിരോധിക്കാം. പ്രൊമോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇന്റർമീഡിയറീസ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സെബി. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ, അവർക്ക് ക്ലാസ്സുകളും മറ്റുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന്റെ എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഇന്റർമീഡിയറീസിന് പരിശീലനം കൊടുക്കുക എന്നുള്ളത്. പ്രൊഹിബിറ്റിംഗ് ഇൻസൈഡർ ട്രേഡിംഗ് ഇൻ സെക്യൂരിറ്റീസ്. ഇൻസൈഡർ ട്രേഡിംഗ് നമ്മൾ നേരത്തെ ഇതിനകത്ത് ഒരിക്കൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുമ്പം കമ്പനിയുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അറിയുന്ന ആളുകൾ, ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ ഇൻഫർമേഷൻ നേരത്തെ കിട്ടുമല്ലോ. അതിന്റെ ബേസിസിൽ അവർ അവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടാവും. അതൊക്കെയാണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറയുക. അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക, നിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. റെഗുലേറ്റിംഗ് സബ്സ്റ്റാൻഷ്യൽ അക്വസിഷൻ ഓഫ് ഷെയർസ് ആൻഡ് ടേക്ക് ഓവർ ഓഫ് കമ്പനീസ്. ഷെയർസിന്റെ സബ്സ്റ്റാൻഷ്യൽ അക്വസിഷൻ, അതിന്റെ മേജർ പങ്കും അക്വയർ ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ കമ്പനീസിന്റെ ടേക്ക് ഓവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ റെഗുലേറ്റ് ചെയ്യുക. കളക്ടിങ് ഇൻഫോർമേഷൻ, അണ്ടർടേക്കിംഗ് ഇൻസ്പെക്ഷൻസ്, കണ്ടക്ടിങ് ഇൻക്വയറീസ് ആൻഡ് ഓഡിറ്റ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, mutual funds and other persons associated with the securities market and intermediaries and self-regulatory organization in the securities market. ഇൻഫർമേഷനെ കളക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻസ് നടത്തുക, എൻക്വയറീസ് നടത്തുക, ഓഡിറ്റ് നടത്തുക. ആരുടെയൊക്കെ? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ, മ്യൂച്വൽ ഫണ്ട്സിന്റെ,
ആൻഡ് അതർ പേഴ്സൺസ് അസോസിയേറ്റഡ് വിത്ത് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സെക്യൂരിറ്റീസുമായി മാർക്കറ്റുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളുടെ ആൻഡ് ഇന്റർമീഡിയറീസിൻ്റെത്, അതുപോലെ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ്റെ ഒക്കെ തന്നെയും പ്രവർത്തനങ്ങളുടെ ഇൻസ്പെക്ട് ചെയ്യുക, അവിടെ എൻക്വയറീസ് നടത്തുകയൊക്കെ ചെയ്യാം. Then performing such functions and exercising such powers under the provisions of Securities Contract Regulation Act 1956 as may be delegated to it by the central government. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള അതിലെ പ്രൊവിഷൻസ് പ്രകാരമുള്ള അധികാരങ്ങൾ എക്സസൈസ് ചെയ്യുക, അതിൽ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസ് ഒക്കെ തന്നെ പെർഫോം ചെയ്യുക എന്നുള്ളത്. ദെൻ ലെവിയിങ് ഫീസ് ഓർ അതർ ചാർജസ്, ഫീസ് അതുപോലെ തന്നെ മറ്റു ചാർജുകളെല്ലാം തന്നെ ചുമത്ത് അതിൽ വരുന്ന ടീം ആരൊക്കെയാണോ അവരിലേക്ക്. ദെൻ കണ്ടക്ടിങ് റിസർച്ച് ഫോർ ദി അബോവ് പർപ്പസസ്, റിസർച്ചുകളൊക്കെ നടത്തുക. പെർഫോമിംഗ് സച്ച് ദ ഫങ്ഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, നിർദ്ദേശിക്കപ്പെട്ടുള്ള മറ്റുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണോ അത് മുഴുവൻ പെർഫോം ചെയ്യാം. പവേഴ്സ് ഓഫ് സെബി, സെബിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. So the SEBI was constituted on 12th April 1988. It took almost 4 years for the government to bring about a separate legislation called SEBI Act 1992. 1988 ഏപ്രിൽ 12 സെബി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള അധികാരം അതിന് കൊടുക്കുന്ന ആ ഒരു സെപ്പറേറ്റ് ലെജിസ്ലേഷൻ 4 വർഷങ്ങൾക്ക് ശേഷം 1992 ഗവൺമെന്റ് പാസ്സാക്കുന്നത്. ആ ലോയെ പറയുന്നതാണ് സെബി ആക്ട് 1992. അപ്പം ആക്ച്വലി സെബി എന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1988 ഏപ്രിൽ 12 എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് പൂർണ്ണ അധികാരം കിട്ടുന്നത് 1992. ദ ആക്ട് ഗ്യാരണ്ടീഡ് കോംപ്രിഹെൻസീവ് പവേഴ്സ് ടു സെബി, സെബിക്ക് ഒരുപാട് അധികാരങ്ങൾ ഈ ഒരു ആക്ട് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാതെ, സെബി ഈസ് എംപവേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോവിങ് മാറ്റേഴ്സ് അണ്ടർ ദി ആക്ട്. താഴെ പറയുന്ന കാര്യങ്ങളിൽ സെബിക്ക് അധികാരങ്ങളുണ്ട്. ഒന്ന്, കോൾ ഫോർ പീരിയോഡിക്കൽ റിട്ടേൺസ് ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നൊക്കെ തന്നെ പീരിയോഡിക്കൽ റിട്ടേൺസ്, അതായത് സമയങ്ങളിലുള്ള റിട്ടേണുകൾ വിളിക്കാൻ ആവശ്യപ്പെടാനുള്ള അധികാരം. കോൾ എനി എക്സ്പ്ലനേഷൻ ഓർ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ അഫയേഴ്സ് ഓഫ് ദി എക്സ്ചേഞ്ച് ഓർ മെമ്പേഴ്സ്, ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണം, ഒരു ഇൻഫർമേഷൻ, അത് ഫ്രം ദി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ മെമ്പർ, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു മെമ്പറിൽ നിന്നോ ഈ പറയുന്ന ആളുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വിളിക്കാൻ ആവശ്യപ്പെടാനുള്ള അധികാരം. ടു കമ്പൽ പബ്ലിക് കമ്പനീസ് ടു ലിസ്റ്റ് ദെയർ ഷെയർസ്, പബ്ലിക് കമ്പനികളെ അവരുടെ ഷെയർ ലിസ്റ്റ് ചെയ്യിക്കുന്നതിന് നിർബന്ധിക്കാനുള്ള അവകാശം. To give direction to stock exchanges in general or stock exchanges in particular to make rules or to amend rules, പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള റൂളുകൾ അമെൻഡ് ചെയ്യുന്നതിനോ ഭേദഗതി വരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളോട് പൊതുവായിട്ടും പ്രത്യേകമായിട്ടും നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം. ടു സൂപ്പർസീഡ് ദ ഗവേണിംഗ് ബോഡി ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഗവേണിംഗ് ബോഡിയെ അസാധുവാക്കാനുള്ള അധികാരം. ടു സസ്പെൻഡ് ദ ബിസിനസ് ഓഫ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ബിസിനസ്സിനെ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം. ടു ഗ്രാൻഡ് റെക്കഗ്നീഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പുതിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് അനുമതി കൊടുക്കുന്നതിനുള്ള അധികാരം. വിത്ഡ്രോവൽ ഓഫ് റെക്കഗ്നീഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, നിലവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ അംഗീകാരം പിൻവലിക്കുന്നതിനുള്ള അധികാരം. പ്രൊഹിബിറ്റ് കോൺട്രാക്ട് ഇൻ സർട്ടൺ കേസസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കരാറുകൾ നിരോധിക്കുന്നതിനുള്ള അധികാരം. മേക്കിംഗ് ഓർ അമെൻഡിങ് റൂൾസ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് റിഗാർഡിംഗ് വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അറ്റ് എനി മീറ്റിംഗ്, ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സിന്റെ വോട്ടിംഗ് റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ വോട്ടിംഗ് റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്തോ അല്ലെങ്കിൽ റൂളുകളിലോ എന്തെങ്കിലുമൊക്കെ അമെൻമെന്റ് നടത്തുന്നതിന്, ഭേദഗതി വരുത്തുന്നതിന് അല്ലെങ്കിൽ പുതിയ റൂളുകൾ മേക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള അധികാരം. പവർ ടു ഡിക്ലെയർ അപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻ 17 ഓഫ് ദി സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് ഇൻ എനി സ്റ്റേറ്റ് ഓഫ് ഏരിയ ടു ഗ്രാന്റ് ലൈസൻസ് ടു ഡീലേഴ്സ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീലേഴ്സിന് ലൈസൻസ് അനുവദിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റിലെ ഏതൊരു പ്രദേശത്തും രാജ്യത്തെ ഏത് ഭാഗത്താണെങ്കിലും സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ടിന്റെ സെക്ഷൻ 17 അത് നടപ്പിൽ വരുത്താനുള്ള അധികാരം. റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദി ബിസിനസ് ഓഫ് ഡീലിംഗ് ഇൻ സ്പോട്ട് ഡെലിവറി കോൺട്രാക്ട്സ്, സ്പോട്ട് ഡെലിവറി കോൺട്രാക്റ്റുകൾ
ഡെലിവറി കോൺട്രാക്റ്റുകളുടെ ബേസിസിൽ നടക്കുന്ന ബിസിനസ്സുകൾ, അതിന്റെ റെഗുലേഷൻ, അതിന്റെ കൺട്രോൾ. സ്പോട്ട് ഡെലിവറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റീസിന്റെ ഡീലിങ്സ്, അതിന്റെ ഡെലിവറി ആണെങ്കിലും അതിന്റെ പേയ്മെന്റ് ആണെങ്കിലും അത് അന്നേ ദിവസം തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെയോ നടക്കുകയാണെങ്കിൽ, കൊടുക്കലും വാങ്ങലും പെട്ടെന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതാണ് സ്പോട്ട് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽപ്പെട്ട ബിസിനസ്സുകളുടെ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ. ദെൻ പവർ ടു ഗ്രാന്റ് രജിസ്ട്രേഷൻ ടു ഇന്റർമീഡിയറീസ്, ഇടനിലക്കാർക്ക് ഇന്റർമീഡിയറീസിന് രജിസ്ട്രേഷൻ അനുവദിക്കുന്നതിനുള്ള അധികാരം. പവർ ടു ലെവി ഫീസ് ഓർ അതർ ചാർജസ് ഫോർ ക്യാരിങ് ഔട്ട് ദ പർപ്പസ് ഓഫ് രജിസ്ട്രേഷൻ, രജിസ്ട്രേഷന്റെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഫീസോ മറ്റ് ചാർജുകളോ ഒക്കെ തന്നെ ചുമത്തുന്നതിനുള്ള അധികാരം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെബിയുടെ പവേഴ്സ് ആയിട്ട് പറയാനുള്ളത്. സെബിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെയും കൂടെ കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.